ഇത്രയും ഒരു നിർദ്ദിഷ്ടമായൊരു പ്രവർത്തനം സംഘടിപ്പിച്ചിട്ട് എന്നിട്ട് അതിന് ജാമ്യം കൊടുക്കുക, കേസെടുക്കുക, പേര് കള്ളാസില്ലാത്തൊരു കേസ് ചാർജ് ചെയ്യുക, എന്നിട്ട് അവരെ എല്ലാം കേസും അങ്ങനെ തന്നെയാണ്. CPM-ന്റെ ആളുകൾ പ്രതിയായ എല്ലാ കള്ളു കേസുകളും എല്ലാ കഞ്ചാവ് കേസുകളും ജാമ്യത്തിൽ വിട്ട കേസേ ഉള്ളൂ പോലീസിന്റെ ഭാഗത്ത് നിന്ന്. കേസെടുത്ത പോലീസുകാർക്കാണ് സസ്പെൻഷൻ, അവർക്ക് ട്രാൻസ്ഫറാണ്, അവർക്ക് സസ്പെൻഷനാണ്. അല്ലാതെ കഞ്ചാവ് കൊണ്ടുപോയവന് ഇവിടെ സസ്പെൻഷൻ ഇല്ല. അങ്ങനെ ഈ നാട് മാറിപ്പോയിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ കീഴിൽ പോരാട്ടത്തിൽ മാധ്യമങ്ങളുടെ സഹകരണം വേണം. നിങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കണം, വാർത്തകൾ പ്രചരിപ്പിക്കണം, ജനമനസ്സിലത് എത്തിക്കണം എന്ന് മാധ്യമങ്ങളോടുകൂടെ ഞാൻ ആവശ്യപ്പെടും. ഒരു പദപ്രയോഗം അവർക്ക് അർഹതയില്ലാത്തവരാണ്. ആരാ ഇത് കള്ളും കുടിച്ചിട്ട് കഞ്ചാവ് അടിച്ച് നടക്കുന്നവർക്ക് എന്ത് വിദ്യാർത്ഥിയാ? DCC എല്ലായിടത്തും പരിശോധന നടപ്പിലാക്കണം. ആ പരിശോധന നടക്കുമെന്ന ഭയപ്പാടില്ലെങ്കിലും കുട്ടികൾ മാറണം. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ആരോടാ പറയേണ്ടത്? ഏത് പൊട്ടനോടാ പറയേണ്ടത്? ഏത് മന്ത്രിയോടാ പറയേണ്ടത്? ഏത് മന്ത്രിയാണത് കേൾക്കുക? ഏത് മന്ത്രിയായി സഹായിക്കുക? ഏത് മന്ത്രി അതിൽ പ്രവർത്തിക്കുക? ഒന്നും ചെയ്യില്ല. അവരൊക്കെ പ്രതിബദ്ധരാണ്. കഞ്ചാവും കള്ളും വിൽപ്പന നടത്താനുള്ള പ്രതിബദ്ധരാണ്. ഇവിടെ കള്ളുഷാപ്പ് വർദ്ധിപ്പിക്കുക, കഞ്ചാവ് കൂടുതൽ വിൽപ്പന നടത്തുക, വരുമാനം ഉണ്ടാക്കുക, അതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ ലക്ഷ്യം അവരെ രക്ഷിക്കുക എന്നതാണ്. ഞങ്ങൾ ആ ലക്ഷ്യമായി ഞങ്ങൾ മുന്നോട്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.